ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രീമിയം കുർത്തി നമ്മൾ ചെയ്തായിരുന്നു. അതിന്റെ തന്നെ നമ്മൾ ഇതുപോലെ അതൊരു സ്ലിറ്റ് ഉള്ള പാറ്റേൺ ആയിരുന്നു. അതിന്റെ ഒരു എ ലൈൻ പാറ്റേണിലേക്കാണ് ചെയ്തേക്കുന്നത്. ഇന്ന് ഈ ഒരു പ്രീമിയം കുർത്തി ഞാൻ ഇന്ന് ഫ്രീ ഷിപ്പിംഗിലാട്ടോ ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം ഇതിന് ഷിപ്പിംഗ് ഫ്രീ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ബ്ലാക്ക് വിത്ത് ഈ ഒരു റാണി പിങ്ക് കോമ്പിനേഷൻ സൂപ്പർ ആയിട്ട്. റാണി പിങ്ക് എന്ന് പറയാൻ പിങ്ക് അടിപൊളിയാണ്. എപ്പോഴും ബ്ലാക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അത് എന്ത് കോമ്പിനേഷൻ കൊടുത്താലും ഭയങ്കര ഭംഗിയാണ്. അപ്പൊ ഞാനിപ്പോ ഇതിനകത്തോട്ട് ഇത് ജോർജറ്റിലോട്ടാണ് ഇതിന് താഴോട്ട് ചെയ്തേക്കുന്നത്. ഈ മോളിൽ ഈ വരുന്ന ഫാബ്രിക് പ്യോർ ക്രേപ്പ് സിൽക്കിലോട്ട് വർക്ക് ചെയ്തേക്കുന്നതാണ്. അപ്പൊ ഞാനത് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഇത് കണ്ടോ, ഇതിന്റെ ഈ ഒരു ഫാബ്രിക്കിലോട്ട് ഈ ക്രേപ്പ് സിൽക്കിലോട്ട് ഈ ഒരു ഡിസൈൻ ഫുൾ സീക്വൻസും ഇതെല്ലാം വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കാണ് കേട്ടോ. ഇതിന്റെ ബാക്കും ഫുള്ളി ചെയ്തേക്കുന്നത്. അതായത് ശരിക്കും ഒരു വർക്ക് ചെയ്ത് നമ്മള് ആ ഒരു ഡിസൈനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വർക്ക് ഫുൾ ചെയ്തേക്കുന്നതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ആലിയ കട്ടും പിന്നെ ബസ് ലെവലിൽ ഇങ്ങനെ ഒരു ക്രോസ് ആയിട്ടൊക്കെ കൊടുക്കുന്നത്. ഇത് കുറച്ചൊരു എന്താ പറയാ, ഒരു യു ഷേപ്പിലോട്ട് താഴോട്ട് ഇങ്ങനെയാ കൊടുത്തേക്കുന്നത്. ആലിയ കട്ട് ചെയ്യണം എന്നുള്ളവർക്ക് ഇതേ പാറ്റേൺ തന്നെ നമുക്ക് ആലിയ കട്ടിലോട്ട് ചെയ്യാം. അതല്ല യോക്ക് കുറച്ചും കൂടെ ഇറക്കിയിട്ട് ഫുൾ ഈ ഒരു ഡിസൈൻ ഫാബ്രിക് യോക്ക് ഫുള്ളിലോട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇതിപ്പോ ഞാൻ സ്ലീവ് ഫുള്ളും ഫ്രണ്ട് പോർഷൻ ഈ ഒരു ഇത് തന്നെ ചെയ്തേക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊരു സിൽക്ക് ഫാബ്രിക്കും താഴെ ജോർജറ്റുമാണ്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഈ സാറ്റിൻ ഓർഗൻസ ഫാബ്രിക് ഇതിന്റെ ബ്ലാക്ക് ഉണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ ചെയ്യാൻ നല്ല ഭംഗിയാണ്. വേറൊരു ഡിഫറെന്റ് ഫീൽ ആയിരിക്കും. ഇച്ചിരി കൂടെ ഒരു ഷൈനിങ് വരും. അപ്പൊ ഇതിപ്പോ നമ്മള് ജോർജറ്റിലോട്ടാണ് ചെയ്തേക്കുന്നത്. 48 ലെങ്ത്തിലോട്ട് നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ ഒരു വി നെക്ക് ഒക്കെ വെച്ചിട്ട് ഈ ഒരു ഷേപ്പിലോട്ട് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും മാച്ച് ആവും കേട്ടോ. ഈ ഒരു ലെവലിൽ കട്ടിങ് വന്ന് പ്ലീറ്റ്സ് വരുമ്പോൾ മാച്ച് ആവുന്ന ഡൗട്ടാണ്. എല്ലാവർക്കും മാച്ച് ആവും. കാരണം ഇവിടെയൊക്കെ നല്ല ഒതുങ്ങിയിട്ട് തോന്നുന്നു. ചെറിയ പ്ലീറ്റ്സും ഒരു ഗ്യാദേഴ്സ് പ്ലസ് പ്ലീറ്റ്സ് പോലെ കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഒതുങ്ങി ഇവിടെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കും. എല്ലാവർക്കും ചേരും. ഈ ഒരു കട്ടിങ് ട്രൈ ചെയ്യണം എല്ലാവരും. അപ്പൊ വി നെക്കാണ് ചെയ്തേക്കുന്നത്. ഇത് തന്നെ റൗണ്ട് നെക്കോ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഇതാണ് അതിന്റെ ഡിസൈൻ ഫാബ്രിക് കണ്ടോ. ഇതിനകത്തോട്ട് ആ സ്ലീവിലോട്ടും എല്ലാം ആ സീക്വൻസും സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് ഇത് ഹൈലൈറ്റ് ചെയ്തേക്കണം. ശരിക്കും ഹാൻഡ് വർക്ക് ചെയ്തെടുത്തേക്കുന്നതാണ് ഈ ഒരു ഫാബ്രിക്കിലോട്ട്. അപ്പോൾ ഇതുപോലെ ലെങ്ത് 48 ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ഇത് ഞാനത് ഫസ്റ്റ് ചെയ്തേക്കുന്നത് പ്രീമിയം ആയിട്ട്, അതായത് നമുക്ക് നല്ല റേറ്റ് വരുന്നൊരു ഫാബ്രിക് ആണിത്. ഈ ഒരു ക്രേപ്പ് സിൽക്കിലോട്ട് ഹാൻഡ് വർക്ക് ചെയ്തെടുക്കുന്ന ഒരു ഫാബ്രിക് ആയതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിന്റെ ഫുൾ സ്ലിറ്റ് ഈ ഒരു പാറ്റേണിലേക്കാണ് ഫുൾ ആയിട്ട് ചെയ്തിരുന്നത് കേട്ടോ. ഈ വർക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അത്രയും, അതുകൊണ്ടാണ് അത് പ്രീമിയം എന്ന് പറയുന്നത്. ഫുള്ളി വർക്ക് ചെയ്തേക്കുന്നത്. എന്നാൽ ഒരു ലുക്ക് ഓവർ സീക്വൻസോ കാര്യങ്ങളോ അല്ല. ബാക്കിലോട്ടൊക്കെ കണ്ടോ, ഭയങ്കര ഒരു ക്ലാസ് ലുക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ഒരു കുർത്തി നമ്മള് ഒരു നോർമൽ ഒരു ബോട്ടം പെയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. കാരണം ആ ഒരു സ്റ്റാൻഡേർഡ് ആ കുർത്തിക്ക് തന്നെ ഉണ്ട്. അപ്പൊ ഇത് നമ്മള് സ്ലിറ്റിലോട്ട് ആണ് ചെയ്തേക്കുന്നത്. ഫുള്ളി ഫാബ്രിക് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് പ്ലെയിൻ ആക്കാൻ ഞാൻ അന്നും പറഞ്ഞായിരുന്നു. ബാക്ക് പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ല ഇങ്ങനെ തന്നെ പ്രീമിയം ആയിട്ട് യൂസ് ചെയ്യാൻ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരുടെയും കയ്യിൽ ബ്ലാക്ക് ബോട്ടം കാണും. അതല്ല എങ്കിൽ ഞാനിപ്പോ ഇതിന് താഴെ ഒരു ആംഗിൾ ലെങ്ത് ആയിട്ടുള്ള ഒരു സെമി പലാസോ ബോട്ടം വെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനും യൂസ് ചെയ്യാം, അതിനും യൂസ് ചെയ്യാം. അത്ര അടിപൊളിയാണ്. സിമ്പിൾ ആയിട്ട് അത് വെയർ ചെയ്താൽ മതി. ഓക്കെ, അടിപൊളിയായിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ലെങ്ത് 48 ആണ് വരുന്നത്. അപ്പൊ ഞാൻ ആ ഒരു പാറ്റേണും കൂടെ വേറെ ഈ ഒരു സ്ലിറ്റ് പാറ്റേൺ ഇതേപോലെ അടിപൊളിയാട്ടോ. നല്ല ഭംഗി എന്ന് വെച്ചാൽ നമുക്ക് ഇത് വേറെ ചെയ്യുമ്പോൾ അത്രയും ഒരു ഭയങ്കര ഭംഗിയാണ്. നമ്മളത് റെഡി ആയി കഴിയുമ്പോൾ എനിക്ക് അത്രയും നല്ല എന്താ പറയാ ഒരു ഫിനിഷിങ് നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ 2 പാറ്റേൺസിൽ നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇതിനകത്തോട്ട് നമ്മളൊരു ബോട്ട് നെക്ക് വിത്ത് ചെറിയൊരു വി കട്ടിങ് ആണ് കൊടുത്തേക്കുന്നത്. കാരണം അത്യാവശ്യം നല്ല വർക്കും ഫുൾ ഹെവി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേറെ നെക്ക് പാറ്റേൺസോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടെന്ന് തോന്നി. അതുകൊണ്ടാണ് ബാക്ക് സൈഡ് പ്ലെയിൻ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അങ്ങനെ 2 പാറ്റേൺസിൽ നമ്മളിത് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ബുക്ക് ചെയ്തിട്ട് 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ.